തമിഴ്നാട്ടിൽ ചില മാറ്റങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. അതിന്റെ തിരക്കിലാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. മകനും കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനാണ് പുതിയ നീക്കം. മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. ഏതായാലും മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ യുവജനക്ഷേമം, കായിക വികസനം, പ്രത്യേക പദ്ധതികളുടെ നടത്തിപ്പ് എന്നീ വകുപ്പുകൾ ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കുന്നത് യാതൊരു എതിർപ്പും ഉണ്ടാക്കുന്നില്ല. MLA ആയി 19 മാസത്തിനുള്ളിലാണ് മന്ത്രിസഭയിൽ ഉദയനിധി ഇടം പിടിക്കുന്നത്. പാർട്ടിയിൽ അതിനെയും ആരും ചോദ്യം ചെയ്തിരുന്നില്ല. അതേസമയം ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ എപ്പോഴാണ് നിയമനം ഉണ്ടാവുകയെന്ന് വ്യക്തമല്ലെന്നാണ് DMK നേതാക്കൾ പറയുന്നത്. സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനം തീരുമാനമായതിന് പിന്നാലെയാണ് ഉദയനിധിയുടെ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായത്. ഓഗസ്റ്റ് 22-നാണ് സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ അടുത്ത ഉപമുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ US സന്ദർശനത്തിന് മുൻപോ ശേഷമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഉറപ്പില്ലാത്തത്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് നൽകണമെന്ന് പൊതുവെ ആവശ്യമുയരുന്നുണ്ട്. കായികവും പ്രത്യേക വകുപ്പുകളും ഉദയനിധി തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. സംസ്ഥാനത്തെ യുവാക്കളെ കാണാനായി ഉദയനിധി യാത്രകൾ ചെയ്യും. യുവാക്കളുമായി സംവദിക്കും. DMK സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിന്റെ മേൽനോട്ടവും ഉദയനിധിക്ക് തന്നെയായിരിക്കും. അതോടൊപ്പം മന്ത്രിസഭയിൽ ചെറിയ മാറ്റങ്ങളും വരും. പുതിയൊരു മന്ത്രി കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. B. സെന്തിൽ ബാലാജി രാജിവെച്ച ഒഴിവിൽ പുതിയ മന്ത്രിയെത്തും. 2023 ജൂൺ മുതൽ അദ്ദേഹം ജയിലിലാണ്. ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് പണം വാങ്ങിയ അഴിമതി കേസിലാണ് ഗതാഗത മന്ത്രിയായിരുന്ന ബാലാജി ജയിലിലാകുന്നത്. നേരത്തെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ ജനുവരിയിൽ തൽക്കാലത്തേക്ക് ഇത് നടപ്പാക്കേണ്ടെന്നാണ് തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. എന്നാൽ ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 വർഷത്തെ ഇടവേളയുമുണ്ട്. അതുകൊണ്ട് ഉദയനിധിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ സമയമാണെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. പിതാവിന്റെ റോളിലേക്ക് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉദയനിധിയെ ഏൽപ്പിക്കാനാണ് DMKയുടെ തീരുമാനം. നിലവിൽ DMKയിൽ രണ്ടാമനാണ് ഉദയനിധി. പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നതുമെല്ലാം അദ്ദേഹം തന്നെയാണ്. രാഷ്ട്രീയ കുടുംബത്തിലാണ് ഉദയനിധി ജനിച്ചതെങ്കിലും 2019 ജൂലൈയിൽ DMK യൂത്ത് വിംഗ് സെക്രട്ടറിയായി നിയമിച്ചതോടെയാണ് സജീവ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. മൃദുഭാഷിയായിരുന്ന ഉദയനിധി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായി മാറി. 2021 തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപും പാർട്ടിയുടെ താരപ്രചാരകരിൽ ഒരാളായിരുന്നു ഉദയനിധി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം DMKക്ക് ലഭിച്ചപ്പോൾ തന്നെ ഉദയനിധിയെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉയർന്നതാണ്. എന്നാൽ തുടക്കത്തിലെ കുടുംബാധിപത്യം എന്ന ദുഷ്പേര് മന്ത്രിസഭയ്ക്ക് ഉണ്ടാകാതിരിക്കാനായി സ്റ്റാലിൻ അത് നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ തെളിമയുള്ള മുഖമായി മാറാൻ MK സ്റ്റാലിന് 50 മുതൽ 60 വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ ഉദയനിധിക്ക് ഉണ്ടാകരുതെന്ന കുടുംബത്തിന്റെ നിർബന്ധം കൂടി ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് ഉദയനിധിയുടെ പിറകിലുള്ളത്. DMK സ്ഥാപകൻ CN അണ്ണാദുരൈയിൽ നിന്ന് ഭരണമേറ്റെടുത്ത അരനൂറ്റാണ്ട് DMK അധ്യക്ഷനായിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി M. കരുണാനിധിയിൽ തുടങ്ങി MK സ്റ്റാലിനിലൂടെ സഞ്ചരിക്കുന്ന ദ്രാവിഡ പാർട്ടിയുടെ പുതിയ തലമുറ പ്രതിനിധിയാണ് ഉദയനിധി. മക്കളെയും ബന്ധുക്കളെയും രാഷ്ട്രീയത്തിലെത്തിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഇത്തരം കീഴ്വഴക്കങ്ങൾക്കെതിരെ തമിഴ്നാട്ടിൽ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയെങ്കിലും അതൊന്നും തമിഴ് രാഷ്ട്രീയത്തിന് പുതുമയുള്ള കാര്യങ്ങളല്ല എന്നതാണ് സത്യം.